ഏറ്റവും സ്നേഹമുള്ളവരെ, എസ്തേറിന്റെ പുസ്തകം 18-ാം അധ്യായത്തില് 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഈ അവസരത്തിൽ വായിച്ചു കേൾക്കുന്നത്. യഹൂദരുടെ ആഹ്ലാദം. ഈ എഴുത്തിന്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു. ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു. വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി. സൂസ നഗരമാകെ ആർപ്പു വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ, മൊർദെഖായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചെമന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നദ്ധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹൂദർ പ്രസന്നരായി. അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവർക്ക് അത് വിശ്രമത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ദിവസമായിരുന്നു. രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യഹൂദരെ കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു. സ്നേഹമുള്ളവരെ, ഏതാനും വാക്യങ്ങൾ മാത്രമാണ് എസ്തേറിന്റെ 18-ാം അധ്യായത്തിലുള്ളത്. മോചിതരായ ഒരു ജനതയുടെ ആഹ്ലാദമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നമ്മളെല്ലാവരും ഏതെങ്കിലും തിന്മകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് രണ്ടുപേരുടെ പ്രാർത്ഥനയുടെ ഫലമായി യഹൂദ ജനത മുഴുവനും രക്ഷപ്പെട്ടല്ലോ. മർദോഖായിയുടെയും എസ്തേറിന്റെയും പ്രാർത്ഥന നമ്മുടെ നാട്ടില്, നമ്മുടെ ഇടവകയില്, നമ്മുടെ സമൂഹങ്ങളില് രണ്ടുപേര് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ നാട് പാത്രീഭവിക്കും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ദൈവവചനം ഇരുതലവാളാണ്. ഇരുതലവാളായ ഈ വചനം മനുഷ്യന്റെ ഹൃദയത്തെ മുറിച്ച് മജ്ജകളെ വേർതിരിച്ച് വലിയ സൗഖ്യങ്ങൾ, വലിയ അനുഭവങ്ങൾ നൽകും. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. യഹോവേ, ഇസ്രായേൽ ജനതയെ രണ്ട് വ്യക്തികളുടെ പ്രാർത്ഥനകളിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലെ തീരാ രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും കടബാധിതരെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.